എനിക്കറിയാം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആരാധിക്കുന്നത് പല ശക്തികളെയാണെങ്കിലും വിശ്വസിക്കുന്നവർ ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ് പ്രാർത്ഥന എന്നത്. ഈ പ്രാർത്ഥനകളും പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ പ്രാർത്ഥന എൻ്റെ സ്വകാര്യതയാണ് എന്ന് വിശ്വസിക്കുകയും പ്രകൃതിയെ ആരാധിച്ച് ധ്യാനം അഥവാ മെഡിറ്റേഷനിൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു വിശ്വാസ രാഷ്ട്രീയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിന്ന് അന്വേഷിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ശക്തിയുമായിട്ട് ഒരു ബന്ധം നിലനിർത്താൻ നാം സ്വയം ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിനെയാണ് വളരെ ബേസിക്കായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളൊരു നന്ദി പറച്ചിലായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥനേനെ കണക്കാക്കാം. എനിക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ആളുകളെയും വസ്തുക്കളെയും ഒക്കെ നൽകിയതിന് ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി ചില രേഖകളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മിക്ക പ്രധാന മതങ്ങളിലും പല രീതികളിലായിട്ട് പ്രാർത്ഥന ഉൾക്കൊണ്ടിട്ടുമുണ്ട്. വെറും ഒരു നന്ദി പറച്ചലിനെ പിന്നീട് എല്ലാവരും കൂടെ ആചാരമാക്കി, അനുഷ്ഠാനാക്കി, നിർബന്ധമാക്കി, അവസാനം അത് വേർതിരിവിലെത്തി. 16-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് വനിതയായിട്ടുള്ള ആവിലയിലെ വിശുദ്ധ തെരേസ പ്രാർത്ഥന അതിൻ്റെ പീക്ക് പോയിന്റിൽ അടുപ്പുള്ള ഒരാളായിട്ടുള്ള ഒരു സൗഹൃദമായിട്ടും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായിട്ട് ഒറ്റയ്ക്ക് നടത്തുന്ന പതിവായിട്ടുള്ള ഒരു സംഭാഷണം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയെ. അമേരിക്കൻ തത്വചിന്തകനായിട്ടുള്ള വില്യം ജെയിംസിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ മതമെന്ന പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പ്രതിപാദിക്കുന്നൊക്കെയുണ്ട്. പ്രാർത്ഥന ശ്വസനം പോലെ തന്നെ പ്രധാനമാണെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും അക്കാലത്ത് പലയിടങ്ങളിലായിട്ട് പലരും പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സാഹിത്യത്തിലും സിനിമയിലൊക്കെ സിനിമയും അടക്കമുള്ള മാധ്യമങ്ങളിൽ ഒരു മതത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പരിശുദ്ധമായത് അവരുടെ പ്രാർത്ഥനാ രീതിയാണ്. ഇസ്ലാം മതത്തിൽ ഖുറാൻ പാരായണമായിട്ടും ക്രിസ്തീയതയിൽ ബൈബിളായിട്ടും ഹിന്ദു വിശ്വാസപ്രകാരം ഭഗവത്ഗീത, രാമായണം അടക്കമുള്ള പല പല വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുന്നു. പ്രാർത്ഥനേനെ ദൈവത്തോടുള്ള വെറും നന്ദി പറച്ചൽ എന്നതിലൊതുക്കാതെ ഒരുതരം സ്വയം പുറത്ത് കടക്കലായിട്ടൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വിശകലനത്തിനപ്പുറത്ത് ഒരു വ്യക്തിപരവും അനുഭവപരമായിട്ടുള്ള ഒരു തരം സ്വഭാവവും പ്രാർത്ഥനയ്ക്കുണ്ട്. വില്യം ജെയിംസ്, ജോസഫ് സൈഗോൺ പോലുള്ള സൈക്കോളജിസ്റ്റ് പ്രാർത്ഥനേനെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഒരു തിടുക്കമായിട്ടാണ് നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ മനസ്സിനൊരു തിടുക്കമാണ്. നമുക്കറിയില്ലാത്ത ഒരു നമ്മളെക്കാൾ വലിയൊരു ശക്തിയായിട്ട് നമുക്ക് ആശയവിനിമയം നടത്തണം. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഉൾവിളികളെന്നും പല നൂറ്റാണ്ടുകളിലായിട്ട് പലരും പറയുന്ന വാദമാണ്. ഇനി ആത്മീയ പെരുമാറ്റത്തിൽ പ്രാർത്ഥന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മതപരമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യോളജിസ്റ്റുകൾ പലപ്പോഴും പ്രാർത്ഥനയെ വിശദീകരിക്കുന്നത്. പ്രാർത്ഥന ഒരു വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ആ വിശ്വാസം ഒരു പരിധി വരെയൊക്കെ സമൂഹം നൽകുന്നതാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സൈക്കോളജി ബിഹൈൻഡ് ദ പ്രയർ നോക്കാം. പ്രാർത്ഥനയെ വെറും നന്ദി പറച്ചിൽ അല്ലെങ്കിൽ യാചന, മതപരമായിട്ടുള്ള ചടങ്ങുകൾ എന്നിവയിൽ മാത്രമായിട്ട് നമുക്ക് ഒതുക്കാൻ വേണ്ടി പറ്റില്ല. പ്രാർത്ഥനയിൽ നമ്മുടെ ചിന്തകളെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെയൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്ന പ്രോസസ്സ് അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലെ ടെൻഷനും ആങ്സൈറ്റിയും ട്രോമയൊക്കെ ഒരു പരിധി വരെ കൈകാര്യം ചെയ്യാൻ മനസ്സിനെ സ്വയം പാകപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥന എന്ന പ്രോസസ്സിൽ. സയൻറ്റിഫിക്കലി പ്രാർത്ഥനയുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാരണത്തേക്കാൾ ഉയർന്ന അല്ലെങ്കിൽ വലുതായി നിൽക്കുന്ന ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ആത്മധൈര്യം കൂട്ടും. കൃത്യമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും.
പ്രെയർ ആൻഡ് ഇറ്റ്സ് റിലേഷൻസ് ടു കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന സ്റ്റഡിയിൽ ഓതേഴ്സ് ആയിട്ടുള്ള ഹാരിസ് ആൻഡ് പോൾസൺ പറയുന്നത് പ്രാർത്ഥനയിൽ പെർസെപ്ഷൻ, ലാംഗ്വേജ്, ഇന്നർ സ്പീച്ച്, അഫക്റ്റ്, സെൽഫ് കോൺസെപ്റ്റ്, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, സോഷ്യൽ കോഗ്നിഷൻ എന്നീ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ എയിമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു വഴിയായിട്ട് നാം പ്രാർത്ഥനയെ കാണുമ്പോൾ അത് നമ്മുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സ്വാധീനിക്കുന്നുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള നമ്മുടെ അവസ്ഥയിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ നമ്മുടെ എയിമിനെ അച്ചീവ് ചെയ്യാൻ നമ്മളെ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ അതിൽ മാറ്റമൊന്നും വരത്തില്ല, പക്ഷേ നമ്മൾ മാറും. നമ്മുടെ പ്രവർത്തികളും തീരുമാനങ്ങളും റിയാക്ഷൻസൊക്കെ മാറ്റം വരും, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നിങ്ങളൊരു എയിമിനായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ നടന്നില്ല എന്നതിനർത്ഥം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്നല്ല. ദൈവം നടക്കുള്ള ഏതൊരു ഫോഴ്സ് ആണെങ്കിലും അത് പ്രാർത്ഥന കേട്ടില്ല, അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മാത്രം അതിൽ നിന്ന് അവർ ഒഴിവാക്കി ബാക്കി എല്ലാവർക്കും ചെയ്തു കൊടുത്തു എന്നല്ല. നമുക്ക് വേണ്ട വിശ്വാസം നമ്മളിലില്ലായിരുന്നു, നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് തത്വമസി എന്ന് പറയുന്നത്. നീ തേടുന്നത് എന്താണോ അത് നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ മതപരമായിട്ടുള്ള ഒരു ആചാരം എന്നതിലുപരി ശക്തമായിട്ടുള്ള ഒരു ഇമോഷണൽ ടൂളായിട്ട് കണക്കാക്കാം. സൈക്കോളജിസ്റ്റുകളും ന്യൂറോ സയൻറ്റിസ്റ്റുകളും പ്രാർത്ഥനയെ അപ്രോച്ച് ചെയ്യുന്ന ചില തിയറീസ് നമുക്ക് നോക്കാം. ഒന്നാമതാണ് അറ്റാച്ച്മെൻറ്റ് തിയറി. പല ആളുകൾക്കും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തലച്ചോറിൻ്റെ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ശക്തനായ ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുന്നത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനായിട്ട് കണക്കാക്കുന്നുണ്ട്. ടഫ് ടൈമിൽ കാമായിട്ട് പ്രവർത്തിക്കാനൊക്കെ നെർവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കും. രണ്ടാമത്തതാണ് കോഗ്നിറ്റീവ് റിഫ്രെയിമിങ്. പ്രാർത്ഥന വ്യക്തികളുടെ അവരുടെ ടെൻഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്നും ചെയ്യാൻ പറ്റുന്നവയിലേക്ക് ആളുകൾക്കുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നുണ്ട് പ്രാർത്ഥനയിൽ കൂടെ. മൂന്നാമത്തതാണ് ന്യൂറോളജിക്കൽ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാർത്ഥന, പാരായണം, ധ്യാനം, നന്ദി പറച്ചിൽ എന്നിവ ഇമോഷണൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവഴി മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നമ്മളെ സഹായിക്കും. നാലാമത്തതാണ് പോസിറ്റീവ് തിങ്കിങ്. ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്മാറാതെ പ്രാർത്ഥന പലപ്പോഴും പ്രോബ്ലം സോൾവിങ്ങിന് സഹായിക്കുന്നുണ്ട്. റിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കും. ഏതൊരു വിഷയത്തിനും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ നെഗറ്റീവ്സ് ഉണ്ട്. ഇതും സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവയാണ്. ഒന്നാമത്തതാണ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെയിറ്റേജ്. ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ കുറ്റബോധത്തിന് കാരണമാകും. ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്, ഞാൻ വഴിപാട് കഴിക്കാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്, ഞാൻ പൂജ ചെയ്യാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തത്, ഞാൻ അമ്പലത്തിൽ പോകാത്തതാണ് കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത് എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ചിന്തിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്തത് സ്വയം ചെറുതാക്കി അല്ലെങ്കിൽ സ്വയം ഒരു നെഗറ്റീവ് ഇമേജ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് ആങ്സൈറ്റി കൂടും, സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അടുത്തൊരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കതിനെ നേരിടാനുള്ള ലോജിക്കൽ കാര്യങ്ങൾ ചെയ്യാതെ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി പോകുന്നത് പല അപകടങ്ങളും വരുത്തുകയും ചെയ്യും. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുകയില്ല. നാലാമത്തതാണ് ഈ പ്രാർത്ഥനേനെ ഒരു റീസണായിട്ട് പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ഒരു തരം കള്ളത്തരാണ്. ഇങ്ങനെ ഈ കള്ളത്തരൊക്കെ ചെയ്യുന്ന ചില ആളുകളും സമൂഹത്തിലുണ്ട്. അവസാനത്തേതായിരുന്നു ഫ്രോഡ് ആക്ടിവിറ്റീസ്. പ്രാർത്ഥനയുടെ പേരിലും പൂജ, വഴിപാട്, ഏത് മതത്തിൻ്റെ പ്രാർത്ഥനയായാലും ഏത് രീതികളായാലും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ശരിയായിട്ടുള്ള രീതിയിൽ തൻ്റെ മതത്തെയും തൻ്റെ പ്രാർത്ഥനാ രീതിയെയും തിരിച്ചറിയാത്തത് ആണ്. ഓൾ ഇൻ ഓൾ പ്രാർത്ഥന എന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരെ, എങ്ങനെ, എപ്പോൾ എന്നതും വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനം മാത്രമാണ്. ഒരാൾ മറ്റൊരാളുടെ പ്രാർത്ഥനാ രീതിയെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കേണ്ടാത്തവർ പ്രാർത്ഥിക്കേണ്ട. പ്രാർത്ഥിക്കുന്നവർ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട സമയത്ത് പ്രാർത്ഥിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അഭിപ്രായങ്ങളും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ബൈ.